പുത്തൻതോട് സ്കൂളിലേക്കുള്ള റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. കുട്ടികളും പ്രായമായവരും മാതാപിതാക്കളുമൊക്കെ സഞ്ചരിക്കുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ മുൻനിർത്തിയായിരുന്നു യൂത്ത് കോൺഗ്രസ് ചെല്ലാനം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിഷേധത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷാജി തോപ്പിൽ നിർവഹിച്ചു. ചെല്ലാനം ഗ്രാമപഞ്ചായത്തിലെ പുത്തൻതോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ചെല്ലാനം മണ്ഡലം പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. അധികാരത്തിൻ പേര് പറഞ്ഞ് കട്ടുമുടിക്കും എംഎൽഎ നിങ്ങൾക്കെതിരാണ് ഈ സമരം. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. പ്രതിഷേധത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷാജി തോപ്പിൽ നിർവഹിച്ചു. ഏകദേശം 2000-ഓളം വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത്. പല രീതിയിലും പലവരുടെയും വീടുകളിൽ മുട്ടിയിട്ട് പോലും ആ മുട്ട് കേൾക്കാതെ നമ്മളുടെ എംഎൽഎയെ പല രീതിയിലും പലവരും സമീപിച്ചിട്ട് പോലും ഈ പുത്തൻതോട് സ്കൂളിന്റെ റോഡിന് വേണ്ടിയിട്ട് 1 രൂപ പോലും കൊടുക്കാത്ത ശ്രീ മാക്സി എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസുകാർക്ക് പറയാനുള്ളത്. ഈ സമരം നിസാരമായിട്ട് കാണരുതും. ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന യൂത്ത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകരെ ഞാൻ അഭിവാദ്യം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. കാരണം ഇവിടുത്തെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ വണ്ടിയോ എന്തെങ്കിലും മറിഞ്ഞാൽ ഞങ്ങള് മാക്സിമം എംഎൽഎയുടെ വീട്ടിലേക്ക് സമരം ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. 2000-ഓളം വരുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിലേക്കുള്ള പ്രധാന റോഡാണ് മാസങ്ങളായി തകർന്നു കിടക്കുന്നത്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എംഎൽഎയ്ക്കും പ്രാദേശിക നേതൃത്വത്തിനും പരാതി നൽകിയെങ്കിലും നാളിതുവരെ നടപടികൾ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് സമരവുമായി മുന്നോട്ടിറങ്ങിയതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് ചെല്ലാനം മണ്ഡലം പ്രസിഡന്റ് ജോസഫ് വർഗീസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൊച്ചി സൗത്ത് ബ്ലോക്ക് സെക്രട്ടറി ജിനു കെ വിൻസെന്റ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷെബിൻ ജോർജ്, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ, ബ്ലോക്ക് സെക്രട്ടറി സലി കണ്ടക്കടവ്, INTUC മണ്ഡലം പ്രസിഡന്റ് സജീവൻ എന്നിവർ സംസാരിച്ചു. പ്രാദേശികമായ ജനപ്രതിനിധികളുടെയും ഈ അവഗണനയ്ക്കെതിരെയാണ് ഇന്ന് ചെല്ലാനത്തെ യൂത്ത് കോൺഗ്രസും ഒരുമിച്ച് ഈ സമരവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. നമുക്കറിയാം 2000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ചെല്ലാനം പഞ്ചായത്തിലെ ഹയർ സെക്കൻഡറി ഉള്ള ഏക വിദ്യാലയമാണ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പുത്തൻതോട്. നാളിതുവരെയായി ഈ റോഡിന്റെ അവസ്ഥയെപ്പറ്റി ഏകദേശം 3 തവണയോളം കോൺഗ്രസും മറ്റ് പോഷക സംഘടനകളും നിരന്തരമായി സമരം ചെയ്തിട്ടും ഇങ്ങനെയൊരു ആവശ്യം കണക്കിലെടുക്കാതെയുള്ള, പ്രത്യേകിച്ചും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ദീപു കുഞ്ഞുകുട്ടി ഈ പദ്ധതിക്ക് ഫണ്ട് അനുവദിക്കാമെന്ന് പറഞ്ഞിട്ട് കൂടി MLA ഫണ്ടിൽ നിന്നും ചെയ്യാമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 2 സൈഡിലും തകർച്ചയുടെ വക്കിലാണ് ഈ റോഡ്. കഴിഞ്ഞ ദിവസം കുട്ടികളുമായി വന്ന സ്കൂൾ ബസ് മറിയുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. ഈ അവസരത്തിൽ അധികാരികളുടെ കണ്ണു തുറക്കുന്നതിന് വേണ്ടിയിട്ടും പ്രാദേശികമായിട്ടുള്ള ഈ ഒരു വിഷയം ജനപ്രതിനിധികളുടെ മുമ്പിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ സമരം നമ്മളിവിടെ ചെയ്യുന്നത്. ഗവൺമെന്റിന്റെ പൊതുവായ ഒരു സമീപനമാണ്. എല്ലാ രീതിയിലും പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ സ്കൂളുകളിലേക്കുള്ള ഫണ്ടുകളും മറ്റും അട്ടിമറിക്കുന്നതും എല്ലാ രീതിയിലും അതിനെ തകർക്കാൻ ശ്രമിക്കുന്നതും ഇതിന്റെ ഭാഗമായിട്ട് നമുക്കാർക്കും പിണറായി വിജയന്റെ മകനെ പോലെ ബെർമിംഗ്ഹാം കോളേജിൽ പോയി പഠിക്കാനോ അല്ലെങ്കിൽ അമൃത സ്കൂളിൽ പോയി പഠിക്കാനോ ഒന്നും സൗകര്യമില്ല. സാധാരണക്കാർ പഠിക്കുന്ന സ്കൂളാണ് പുത്തൻതോട് ഗവൺമെന്റ് സ്കൂൾ. കുട്ടികളുടെ ജീവനും സുരക്ഷിതത്വനും ഭീഷണി ഉയർത്തുന്ന തരത്തിൽ ഈ റോഡിന്റെ അവസ്ഥ ഇങ്ങനെ കിടന്നിട്ട് കുറെ നാളായി. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റോജി, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ബ്രയാൻ ആൻഡ്രൂസ് പോൾ, നോർത്ത് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജോവിൻ ജോസ്, കണ്ണമ്മാലി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിക്സൺ, യൂത്ത് കോൺഗ്രസിന്റെയും മറ്റു പ്രവർത്തകരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR Opticals, near Federal Bank, Palluruthi. Specs World, opposite TB Hospital, Karivelippadi. KR Opticals, Conversion Muck, Kumbalangi.